സ്ത്രീകൾക്ക് 33% സംവരണം കൊടുക്കുന്നത് പുരുഷന്മാർക്ക് ഇഷ്ടമല്ലാത്തത് അവരുടെ സീറ്റ് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ പത്തനാപുരം ഗണേഷ് കുമാറിൻ്റെ സീറ്റാണ്. പത്തനാപുരത്ത് അല്ലാതെ വേറൊരു സ്ഥലത്ത് ഗണേഷ് കുമാർ ജയിക്കില്ല. അതാണ് പുള്ളിയുടെ രാഷ്ട്രീയം. ഞാൻ ഗണേഷ് കുമാറിനെ ഒരു ഉദാഹരണമായിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ അങ്ങേരുടെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടോ എന്നല്ല. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ചില പ്രത്യേക സീറ്റിൽ അവർ ജയിക്കും, വേറെ എവിടെ നിന്നാലും ജയിക്കില്ല. അവർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ നഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന 543 വെച്ച് വിഭജിച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ വഴി പത്തനാപുരം റിസർവേഷനായിട്ട് മാറും, വനിതാ റിസർവേഷനായിട്ട് മാറും. 5 വർഷം ഗണേഷ് കുമാർ പുറത്ത് നിൽക്കേണ്ടി വരും. ഇങ്ങനെ എത്രയോ ഗണേഷ് കുമാർമാരുണ്ടെന്നറിയാം, BJPയിലും ഉണ്ട്. അപ്പോൾ ഇവരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. പുറത്തൊന്നും പറയില്ലായിരിക്കാം, അകത്ത് പലരെയും. ഇപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് ചികിത്സിച്ചിട്ടേ ഇനി വനിതാ സംവരണം കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ മോദി തീരുമാനിച്ചു, ശരി എൻ്റെ പൊന്നെ, നീ നിൻ്റെ പത്തനാപുരമോ അല്ലെങ്കിൽ IB ഈഡൻ എറണാകുളത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്നു, നിങ്ങൾ ഇരുന്നോ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കുന്നില്ല. ഞാൻ അഡീഷണൽ ഒരു കസേര ഇട്ടിട്ട് അവിടെ അവരെ ഇരുത്തിക്കോളാം. 543 എന്നുള്ളത് 850 ആക്കാം, എന്നിട്ട് മൊത്തം ഇതിൻ്റെ 1/3 അവർക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സീറ്റുകൾ ഭദ്രം, അവർക്ക് സംവരണവുമായി. ഇതും പറ്റില്ല.